എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു മോരുകറി വയ്ക്കാൻ പോവാണ്. പുളിശ്ശേരി ഒരു ഏത്തപ്പഴം ഇട്ടാണ് വയ്ക്കുന്നത്. അപ്പം ഞാനിന്ന് ഉണ്ടാകുന്ന പുളിശ്ശേരിക്ക് ഇത്തിരി അവസാനം ഏത്തപ്പഴം മുറിച്ചതും ഒരു പച്ചമുളക് എരിയുള്ള മുളക് ഒരു പച്ചമുളക് എടുത്തുള്ളൂ, പിന്നെ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കരിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ വേവിക്കാൻ വെക്കാൻ പോവുക. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ചട്ടിക്കകത്തേക്ക് വേഗം വയ്ക്കാൻ ഒരു ഗ്ലാസ് വെള്ളവും വെച്ച് ശകലം ഉപ്പ് ഇട്ട് ഞാൻ അടുത്തോട്ട് വയ്ക്കാൻ പോവാറ്. അപ്പോൾ ഞാൻ പഴവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കരിവേപ്പിലയും ഇട്ട് അടുപ്പ് വെച്ച് ഉപ്പ് കൂടി അടുപ്പ് വെച്ച് അത് വേഗം വെച്ചിരിക്കുകയാണ്. അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തൈരെടുത്ത് വയ്ക്കാം. വെന്തിട്ട് വേണത്തോട്ട് ഒഴിക്കാൻ നോക്കിയത് തൈരെടുത്ത് ഞാൻ നടച്ച് വയ്ക്കട്ടെ വേഗം. അപ്പം നമ്മുടെ ഈ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരാണ്, കട്ടത്തൈരാണ് ഉടച്ച് വെച്ചിരിക്കുന്നത്. കൊടുക്കാൻ വാതി കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തിളക്കണ്ട, ചൂടായി കിട്ടിയാൽ മാത്രം മതി. തിളച്ച് പോയാലത് പിരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പം ഞാൻ നല്ലപോലെ ചൂടാക്കി ഇങ്ങോട്ട് വാങ്ങി വെച്ച് നമുക്ക് താളിക്കാതെ ചീഞ്ചിട്ട് ഞാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട്. നമുക്കതിന് വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയ്ക്ക് കടുക് വറന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായി ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടൊക്കെ അതിൽ വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ നമ്മൾ ചീഞ്ച ചൂടായി ഞാൻ കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് ഇട്ടു, ഉലുവ ഇട്ടു, ഇതിലേക്ക് മുളക് ഇട്ട് കൊടുത്ത് മുളക് ഇട്ട് കരിവേപ്പില ഇട്ട് കൊടുത്തു. തീ നിർത്തി സ്റ്റൗവിൻ്റെ തീ നിർത്തി നമുക്ക് വേണ്ടത് ചില ഉലുവാപ്പൊടി ഇട്ടു. നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. ഉലുവാപ്പൊടി ഇട്ട് ചൂടായാൽ നമുക്ക് നല്ലത് പൊരി ഒഴിക്കത്തോട്ട് എന്നിട്ട് അവസാനം എന്നൊക്കെ വെച്ചാൽ ജീരകപ്പൊടി ചേർക്കണേ. ശകലം മധുരയുടെ ജീരകം ചോവരികയല്ല, കുറച്ച് മതി. പിന്നെ എല്ലാം കൂടി കോമ്പിനേഷൻ സ്വല്പം പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കും. ഒരു ശകലം ഷുഗർ കാണുന്നുണ്ട്, ശകലം ചേർക്കാൻ എന്ന് ചേർക്കാൻ കേട്ടോ. ഞാനെല്ലാം കൂടി പുളിങ്ങനെ ചെയ്യാൻ വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ പുളിശ്ശേരി റെഡിയായേ. നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കണേ. ഇത് സൂപ്പറാണ്. ചില പുളിയുണ്ടായത്, ആ പുളിയൊക്കെ ഒന്ന് കുറഞ്ഞേക്കും നമ്മുടെ ഈ പഴം ഇട്ടതുകൊണ്ട്. അങ്ങനെ പുളിശ്ശേരി റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് എൻ്റെ പുളിശ്ശേരി കാച്ചത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഉലുവപ്പൊടി ചേർക്കുന്നതിൻ്റെ ഗുണമുണ്ട്. നല്ല സദ്യ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് കിട്ടും. അവരങ്ങനെ ചേർത്താൽ സദ്യക്ക് ചെറുന്ന പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കണേ.